ഹലോ, ജേർണലിങ് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്യാം, നിങ്ങൾക്ക് എബൌട്ട് മീ ചെയ്ത് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ആദ്യം തന്നെ എബൌട്ട് മീ എന്ന് കുറച്ച് വലുതാക്കി എഴുതിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെയിൻ്റൊക്കെ കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ പേജിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ എന്നെപ്പറ്റി പറയാം. ഞാൻ ഗാനതീർത്ത. ഇതെന്ത് പേരെന്ന് വിചാരിക്കണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്നെ തീർത്താന്ന് വിളിക്കാം. ഒരുപാട് നിക് നെയിംസ് ഉള്ളതുകൊണ്ട് അതൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എൻ്റെ പേര് ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. നിങ്ങളിൽ ഇപ്പോൾ ഫോട്ടോ ഇല്ലെങ്കിൽ ജസ്റ്റ് ഗേളി സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്താലും മതി. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കുകയാണോ വർക്ക് ചെയ്യുകയാണോ അത് എഴുതി കൊടുക്കാം. ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റും ഫാഷൻ ഡിസൈനറും കൂടിയാണ്. ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് സ്റ്റിച്ചിങ്ങിനോടും മേക്കപ്പിനോടും ആർട്ട് ക്രാഫ്റ്റ് ഇതൊക്കെയായിരുന്നു ഇഷ്ടം. അതെന്നെ എൻ്റെ കരിയറായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതും ഐ എം സോ ഹാപ്പി. ഇതിനൊക്കെ ബാക്ക് ബോണായിട്ട് എൻ്റെ അല്ലു കൂടെ ഉണ്ട് കേട്ടോ. മാഗസീൻസിൽ നിന്ന് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കട്ടൗട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് ഒരു പേപ്പറിൽ ഗ്രിഡ്സൊക്കെ വരച്ചു കൊടുത്തിട്ട് എൻ്റെ ബർത്ത്ഡേ എന്നാന്ന് കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത സ്റ്റിക്കർ ബുക്കിലെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റിക്കേഴ്സ് ഇല്ലാത്തതുകൊണ്ടും ജേർണൽ സപ്ലൈസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജേർണലിങ് ചെയ്യാതിരിക്കരുത്. ഇതുപോലെ നമുക്ക് കയ്യിൽ കിട്ടുന്ന പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ. നെക്സ്റ്റ് നിങ്ങൾക്ക് പെറ്റ്സിന് ഇഷ്ടമാണെങ്കിൽ അത് എഴുതി കൊടുക്കാം. എനിക്കെല്ലാ ജീവജാലങ്ങളും ഇഷ്ടമാണ് കേട്ടോ. എല്ലാ കളേഴ്സും എനിക്കിഷ്ടമാണ്. ബ്ലൂവിനോട് എന്തോ പ്രത്യേക ഇഷ്ടമുണ്ട്. ക്രിയേറ്റീവായിട്ട് ഓരോന്ന് ചെയ്യാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇൻസ്പയർഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെങ്കിലും അതിലും എൻ്റേതായ ഒരു വേർഷൻ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ മെമ്മറീസൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. ക്യാമറയുടെ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വരച്ച് ഒരു സ്റ്റിക്കറാക്കി എടുത്താണ്. അവസാനമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ. ജേർണലിങ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. സ്വീറ്റ്നെസ് കുറഞ്ഞിട്ടുള്ള കൂൾ ഡ്രിങ്ക്സ് എനിക്കിഷ്ടമാണ്. അതുപോലെ മേക്കപ്പ് പ്രോഡക്ട്സൊക്കെ എനിക്കിഷ്ടമാണ്. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഫ്ലവേഴ്സ് ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ള തിങ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റിക്കേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റിക്കേഴ്സ് ഇല്ലെങ്കിൽ എഴുതി കൊടുത്താലും മതി. ഈ ജേർണലിങ്ങിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണലിസം ഒന്നും കാണാൻ കഴിയില്ല, കാരണം ഇതിൻ്റേതായ ഒരു വേർഷനാണ്. അങ്ങനെ നമ്മുടെ ജേർണലിങ്ങിൻ്റെ ഫസ്റ്റ് പേജ് ഫിനിഷ് ആയിരിക്കുകയാണ്. നിങ്ങളിതിൽ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാനിവിടെ ചെയ്തതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ വെച്ച് വരച്ചും എഴുതിയൊക്കെ കാണിച്ചത്. കാരണം സപ്ലൈസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ജേർണലിങ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കടന്നു പോണ ഓരോ മൊമെൻറ്റ്സും മെമ്മറബിളാക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതെടുത്ത് നോക്കുമ്പോൾ നമ്മളന്ന് കടന്നുപോയ ഓരോ നിമിഷങ്ങളും നമ്മുടെ മനസ്സിൽ വരും. അതിൻ്റെ ഫീലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു വട്ടയിലൊന്ന് ചെയ്ത് നോക്കൂ. അറ്റ് ലാസ്റ്റ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.